കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വാട്ട് എ വണ്ടർഫുൾ ഡേ ദ ലോർഡ് ഹാസ് മെയ്ഡ്. ഇത് കർത്താവ് നമുക്കായി ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഈ ദിവസം ധൈര്യത്തോടെ തല ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ എന്റെ കർത്താവിന് തരാൻ മേലാത്തതായിട്ടൊന്നുമില്ല, സ്വർഗത്തിന് കൊടഞ്ഞിടാൻ മേലാത്തതായിട്ട് ഒന്നുമില്ല. ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ കേൾക്കുന്നുവെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പരിഹാരം ഒറ്റ സ്ഥലത്തേ ഉള്ളൂ, അത് കർത്താവിന്റെ സന്നിധിയാണ്. അവന്റെ വചനത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു വ്യക്തി പോലും ഒരു നാളും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ ഇല്ലെങ്കിലും ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, ജീസസ് ക്രൈസ്റ്റ് വിൽ ബി ഓൺ യുവർ സൈഡ്. കർത്താവ് നിങ്ങളുടെ കൂടെ തന്നെ കാണും. ഹി കനോട്ട് ചേഞ്ച് ഹിസ് വേർഡ്. ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ്, ഹി വിൽ ബി ഓൾവേസ് ദർ ഫോർ യു. ഹി വിൽ ബി ഓൾവേസ് അവൈലബിൾ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആരില്ലെങ്കിലും ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും കർത്താവ് നിശ്ചയമായിട്ടും കാണും. ആ ധൈര്യത്തോടെ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നമുക്ക് ദഹനമായി തന്നു. കർത്താവ് എത്ര അത്ഭുതകരമായി നമ്മളെ ഓരോരുത്തരെയും നടത്തുന്നു. നന്ദിയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കർത്താവിന്റെ കരം ഏത് സമയത്തും ഏത് പ്രതിസന്ധിയിലും ആ കർത്താവിന്റെ കരം ഇറങ്ങി വരും എന്നുള്ള ഒരു ഉറപ്പ്, ഒരു വിശ്വാസം ആ വരും. നിശ്ചയമായിട്ടും എൻ്റെ കർത്താവ് എന്നെ നടത്തുമെന്നുള്ള ആ ധൈര്യവും ഉറപ്പും നമുക്കുണ്ടായിരിക്കണം. ഇവിടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയാം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു അവസാന ഭാഗമാണ് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത്ഭുതം ചെയ്യാൻ മതിയായവനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങളൊന്ന് കാണണം. ആ വിശ്വസിക്കുമ്പോൾ ആ ശക്തി, ആ അളവറ്റ വലിപ്പം നമ്മളൊന്ന് കാണാൻ ആ കർത്താവ് ചെയ്യും. എന്റെ ഈ വിഷയത്തിൽ അത്ഭുതം ചെയ്യാൻ കർത്താവ് മതിയായവനാണെന്ന് നിങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട് അത് ചെയ്യുന്ന നമ്മൾ പലപ്പോഴും വിശ്വസിക്കും, പക്ഷെ അത്ഭുതം നടക്കുമോന്ന് നമുക്കൊരു ഉറപ്പില്ല, അല്ലെ? ഒരു രോഗത്തിലാണെങ്കിൽ ഈ രോഗം സൗഖ്യമാവുമോന്ന് നമുക്ക് ഉറപ്പില്ല. നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നാലും എന്റെ ജീവിതത്തിൽ നടക്കുമോ എന്നുള്ള ഒരു സംശയം നമ്മുടെ ഉള്ളിൽ എപ്പോഴും കാണും. ഈ നമ്മുടെ വിശ്വാസത്തെ കെടുത്തുന്നത് നമ്മുടെ സാഹചര്യങ്ങളാണ്. ജീവിതത്തിൽ കടന്നു പോകുന്ന വെല്ലുവിളികള്, ചില കാര്യങ്ങള് പ്രലോങ്ഡ് ആകുമ്പോൾ കുറെ കാലം എടുക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയായി, ഇത് ഇനി ഇങ്ങനെ പോകത്തുള്ളൂ. നമ്മുടെ മനസ്സ് പോലും അതിനോട് എന്ത് ചെയ്യുക, കോംപ്രമൈസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന. അപ്പൊ അവിടെയെല്ലാം നമ്മൾ വിശ്വാസമാണ് കെട്ടുപോകുന്നത്. നമ്മൾ പോലും അറിയാതെ, അത് ആരുടെയും കുറ്റമല്ല, അതൊരു വിശ്വാസ ചോർച്ച അറിയാതെ ഇത് ഡിപ്ലീറ്റഡ് ആയി, ഈ വിശ്വാസം ഡിപ്ലീറ്റഡ് ആയി നമ്മളിൽ നിന്ന് പോകാൻ തുടങ്ങും. ആ വിശ്വാസം അങ്ങനെ പോകുമ്പോഴും അങ്ങനെ വിശ്വസിക്കണം. കർത്താവ് അത്ഭുതം ചെയ്യും. അവിടെയെല്ലാം നമുക്ക് ഈ ആശ്രയിക്കാൻ കർത്താവിന്റെ വചനം. സ്റ്റിക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ആ കർത്താവിന്റെ വചനത്തിലോട്ട് അങ്ങ് ആശ്രയിച്ച് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, റെസ്റ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ആ വചനത്തിൽ അങ്ങ് വിശ്രമിച്ച് പ്രവർത്തിക്കും. ഇന്ന് ഓരോ ദിവസവും ചില വിഷയങ്ങളൊക്കെ കാണുമായിരിക്കും, പക്ഷെ ഓരോ ദിവസവും നമ്മൾ കാണുന്നത് ഇന്ന് ഇതിന്റെ മേൽ അത്ഭുതം നടക്കും. എന്റെ കർത്താവ് ഇന്നിന്റെ കർത്താവാണ്. പ്ലീസ്, എന്റെ കർത്താവ് നോക്ക്, ആ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഷീന പറഞ്ഞ ആ വചനം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ, അതെ, അത് നടക്കുമെന്നോ ഏത് മൊമെന്റിൽ നടക്കുമെന്നോ ഒന്നും അറിയാം, പക്ഷെ ഒരു കാര്യം അറിയാം, നടക്കും. അത് എത്ര മുന്നോട്ട് പോയാലും അത് നടക്കുക തന്നെ ചെയ്യും. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് ശിഷ്യന്മാരുമായി പോകുമ്പോ ഒരു അത്തി വൃക്ഷം കണ്ടു, അല്ലെ? ശപിച്ചു, ഇനി നിന്നിൽ നിന്നും ഫലം ഒന്നും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ പിറ്റേ ദിവസം വരുമ്പോ ശിഷ്യന്മാർ നോക്കുവാ, ഈ അത്തിക്ക് വല്ലതും പറ്റുമോന്ന്. നോക്കുമ്പോ അത് വാടിയിരിക്കുന്നത് കണ്ടു, അത് കരിഞ്ഞിരിക്കുന്നത് കണ്ടു. പറഞ്ഞപ്പോൾ തന്നെ അത്ഭുതം നടന്നു. നമ്മുടെ കാഴ്ചയിൽ ചിലപ്പോൾ ഒന്നും നടക്കുന്നില്ലായിരിക്കും,
നമ്മൾ യേശുവിന്റെ നാമം പറഞ്ഞ് ഈ വചനം വിളിച്ചു പറയുമ്പോൾ അത്ഭുതം നടക്കുമെന്നേ. അത് പോയി ആ പ്രശ്നത്തെ തട്ടി അതിനെ മാറ്റാൻ കഴിവുള്ള വചനമാണ് നമ്മൾ പറഞ്ഞു വിടുന്ന നമ്മുടെ വായ കൊണ്ട് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങൾ കാണാൻ, ആ വലിപ്പം, ആ ഏത് പ്രതിസന്ധിയെ മറികടക്കുന്ന ഒരു നാമം നമുക്കുണ്ടെന്നുള്ള ആ ധൈര്യത്തോടെ ഇന്ന് നമുക്കായിരിക്കാം. അതിന് തൊട്ടുമുമ്പേ പൗലോസ് പറയുന്നത് വിശുദ്ധന്മാരിൽ നിങ്ങൾക്കുള്ള അവകാശത്തിന്റെ മഹിമാധനം. അപ്പം വി ഹാവ് റിച്ചസ് ഇൻ സീക്രട്ട് പ്ലേസസ്. കാണാത്ത തലത്തിൽ എനിക്ക് വേണ്ടി കർത്താവ് നിക്ഷേപങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു വിശ്വാസി എന്ന് പറയുന്ന ഒരു വ്യക്തി അത് ടാപ്പ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം, അത് പിടിച്ചെടുക്കുന്ന. പ്രൈസ് നോക്ക്, ഇടുക്കി ഡാമിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്ക താഴോട്ടുള്ളവർക്ക് കിട്ടണമെന്നില്ല. പക്ഷെ ആ റിസർവയർ ഒന്ന് തുറന്നാൽ, പ്രൈസ് നോക്ക, ആ ഷട്ടർ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കി ആവശ്യത്തിനനുസരിച്ച് ഓപ്പൺ ചെയ്ത് അതിന്റെ അകത്തുനിന്ന് വെള്ളം വെളിയിലോട്ട് ഒഴുകുന്ന പോലെ ദൈവമക്കൾ എന്ത് ചെയ്യണം? പ്രൈസ് സ്വർഗത്തിൽ നിക്ഷേപമുണ്ട് എനിക്ക്. അവന്റെ കരങ്ങളിൽ ഗുപ്തനിധികളും പുരാതന സമ്പത്തുമുണ്ട്. വിശുദ്ധന്മാർക്ക് അവകാശത്തിന്റെ മഹിമാധനമുണ്ടെന്ന് പൗലോസ് പറയുകയാണ്. പ്രൈസ് അത് എന്ത് ചെയ്യണം? അത് ടാപ്പ് ചെയ്യണം, അത് തുറക്കണം. പ്രൈസ് അതാ എങ്ങനെയാ തുറക്കുന്നത്? ബൈ ഫെയ്ത്ത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രൈസ് അവർക്ക് നോക്ക്, അവർക്ക് ഒരു സംശയവും ഇല്ല. അത് ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാം, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസമാണ്. ആ ഈ വിശ്വാസവും വചനവുമായിട്ട് കൂട്ടിമുട്ടൽ ഉണ്ടാകുമ്പോൾ, when the word and faith meets together, ആ വചനവും വിശ്വാസവുമായിട്ടൊരു കൂട്ടിമുട്ടൽ ഉണ്ടാകുമ്പം ദാറ്റ്സ് എ ടൈം ഓഫ് മിറക്കിൾ. അതാണ് അത്ഭുതത്തിന്റെ സമയം. ഷിന, അപ്പോസ്തല പ്രവൃത്തി നമുക്കൊരു വചനം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 14-ാം അധ്യായം അതിന്റെ 8 മുതൽ ഉള്ള വാക്യങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില വാക്യങ്ങളാണ്, ചില ഭാഗങ്ങളാണ്. എന്നാൽ ഇന്ന് പകൽ പ്രൈസ് ലോ എന്റെ കർത്താവ് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെ പ്രൈസ് ലോ ഒന്ന് മുറുകെ നിങ്ങളൊന്ന് പിടിച്ച് പ്രൈസ് വിട്ടുകൊടുക്കരുത്. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഡോണ്ട് കോംപ്രമൈസ്. എന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ. നമുക്ക് പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുന്നവർ ജീവിതകാലം മുഴുവൻ പരാതിയും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, എന്റെ ജീവിതത്തിൽ മാത്രം ഉയർച്ചയില്ല, എനിക്ക് മാത്രം എങ്ങും എത്താൻ പറ്റിയില്ല, പ്രൈസ്. അങ്ങനെയൊക്കെ പരാതി പറഞ്ഞുകൊണ്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്ത് ഇതിങ്ങനെയായി, ഇതിങ്ങനെ പോകത്തുള്ളൂ, അങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്ത് വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ മുകളിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാരിൽ എനിക്ക് ഉള്ള അവകാശത്തിന്റെ മഹിമാധനം എനിക്ക് ഉണ്ട്, എനിക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ട്. ഇന്ന് സ്വർഗം എനിക്ക് വേണ്ടി തുറക്കും. ഇന്ന് കർത്താവ് ആകാശത്തിന്റെ വാതിൽ എനിക്ക് വേണ്ടി തുറക്കും. എന്റെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. ദൈവവചനത്തിൽ പറയുകയാണ്, എന്റെ ദൈവം എന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ക്രിസ്തു യേശുവിന്റെ ധനത്തിന് ഒത്തവണ്ണം പൂർണ്ണമായും തീർത്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ എൻജോയ് ഇറ്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നൊരു ദൈവ പൈതൽ പ്ലീസ് അങ്ങനെ വിശ്വാസത്തിൽ കടന്ന് ചില സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ചില അത്ഭുത വിടുതലുകൾ. ഞാൻ പറഞ്ഞില്ലേ, ആ വിശ്വാസവും വചനവുമായിട്ട് കൂട്ടിമുട്ടുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാകും. അവിടെ ഒരു മഹത്വം വെളിപ്പെടാൻ തുടങ്ങും. അവിടെ ചില അത്ഭുത വഴികൾ കർത്താവ് തുറക്കും. വായിക്കാം ഷിന. ലുസ്ത്രയിലെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. പൗലോസ് അപ്പോസ്തലൻ ലുസ്ത്രയിൽ പ്രസംഗിക്കുകയാണ്. ആ ലുസ്ത്രയിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. അവന്റെ സാഹചര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, അമ്മയുടെ ഗർഭം മുതൽ പ്രൈസ്, അവൻ ജനിച്ചപ്പോൾ തന്നെ. നമ്മള് ചില വ്യക്തികളെ കുറിച്ചൊക്കെ പറയുമല്ലേ, അന്ന് മുതൽ, ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഇത് തന്നെയാണ് എന്റെ അവസ്ഥ, എന്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല, ഈ വീടിനൊരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെ ചില ഭവനങ്ങളെ കുറിച്ച് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ചില ലോങ് സ്റ്റാൻഡിങ് ഇഷ്യൂസ്, വർഷങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, തലമുറകളായിട്ട് നേരിടുന്ന ചില വിഷയങ്ങൾ, അങ്ങനെ ഉയർച്ചയില്ലാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചില വീടുകളെ എന്റെ കർത്താവ് വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ റിസീവ് ചെയ്യാൻ റെഡിയാണോ? നിങ്ങൾക്ക് ഇന്ന് പ്രഭാതത്തിൽ കർത്താവുമായിട്ട് ഒരു കൂട്ടിമുട്ടൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നാൽ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ ചില വഴികൾ എന്റെ കർത്താവ് തുറക്കാൻ തുടങ്ങും. ഇന്ന് റെഡിയാണോ? ആർ യു റെഡി ടു റിസീവ്? ഇന്ന് റിസീവ് ചെയ്യാൻ റെഡിയാണെങ്കിൽ എന്റെ കർത്താവിന്റെ ഡെലിവറി എൻഡിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. ദ ഹെവൻ ഈസ് ഓപ്പൺ. വി ആർ അണ്ടർ എ ഓപ്പൺ ഹെവൻ. ഒന്നിനും നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് വരത്തില്ല. ലുസ്ത്രയിൽ
ഇവന്റെ സാഹചര്യം പറയാം. അമ്മയുടെ ഗർഭം മുതൽ ഒന്ന് ഹി വാസ് എ ലെയിം പേഴ്സൺ, മുടന്തനായ, പ്രോപ്പർലി അവന് നടക്കാൻ സാധിക്കത്തില്ല, അവന് മുടന്തുണ്ട്. ആര് നോക്കിയാലും അവന്റെ നടപ്പ് കണ്ടാൽ പറയും പ്ലീസ് അവന് ചില കുറവുകളുണ്ട്. മനുഷ്യന്റെ നോട്ടത്തിൽ നിങ്ങളുടെ നോക്കുമ്പോൾ അവർ പറയുമായിരിക്കും നിങ്ങൾക്ക് കുറവുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏത് കുറവിനെയും തീർക്കാൻ കഴിവുള്ള, ഏതിനും പരിഹാരം വരുത്താൻ കഴിവുള്ള ഒരാളുണ്ട്. അവനിലോട്ട് നോക്കുമ്പോൾ പ്ലീസ് അവന്റെ നിറവായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. നിങ്ങളുടെ കുറവല്ല പ്ലീസ്, നിങ്ങളുടെ കുറവിനല്ല വലിപ്പം, അവന്റെ നിറവിനായിരിക്കും വലിപ്പം. ആ നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് വീഴുമ്പോൾ തന്നെ ഏത് കുറവിനെയും എന്റെ കർത്താവിന് മാറ്റാം. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തി പ്ലീസ് അവിടെ ഇരുന്നിരുന്നു. ഒരിക്കലും നടന്നിട്ടില്ല. നോക്ക് ആ സാഹചര്യങ്ങളുടെ നോക്ക് അവിടെ. എനിക്ക് ഇതിന്റെ റൈറ്ററിനെ ഭയങ്കര ഇഷ്ടമാണ്. ദ റൈറ്റർ ഈസ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എഴുതിയിരിക്കുന്നത്. നോക്ക് ആ സാഹചര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുമ്പോൾ ഹൗ ഹാർഡ് ഇറ്റ് ഈസ്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നു, ഒരിക്കലും നടന്നിട്ടില്ലാത്തത്, അടുത്ത പറയാ കാലിന് ശക്തിയില്ലാത്ത ഒരു പുരുഷനുണ്ടായിരുന്നു. അവന്റെ സാഹചര്യങ്ങളെല്ലാം നോക്ക് ഭയങ്കര ട്വിസ്റ്റഡ് ആയിരുന്നു, ഭയങ്കര പ്രതികൂലമായിരുന്നു. ഇനി മുമ്പോട്ട് സാഹചര്യങ്ങൾ നോക്കിയാൽ പ്രൈസ് നോക്ക് എവറിത്തിങ് ഈസ് ഹാർഡ്. ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു വ്യക്തി അവിടെ ഇരുന്നിരുന്നു. പക്ഷേ അന്നത്തെ ദിവസത്തിന് വലിയൊരു വ്യത്യാസമുണ്ട്. അന്നത്തെ ദിവസം ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടിമുട്ടലിന്റെ മുമ്പിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ആ വ്യക്തി അവിടെ ഇരിക്കുമ്പോൾ പൗലോസ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി. പൗലോസ് ഈ ചിലരൊക്കെ നമ്മുടെ ഈ മീറ്റിംഗിലൊക്കെ ഇരിക്കുമ്പോഴേ ചിലരൊക്കെ ഇങ്ങനെ സീറ്റിന്റെ അറ്റത്ത് വന്ന് ഇങ്ങനെ എന്തോ പിടിച്ചെടുക്കാൻ ഇരിക്കുന്നത് പോലെ ഇരിക്കും. അത് നോക്ക അവരുടെ അകത്തെ മനുഷ്യൻ, ഞാൻ പറയും അവരുടെ അകത്തെ മനുഷ്യൻ പുറത്തോട്ട് ഇറങ്ങി വരുന്നതാണ്. അവരെന്തോ ചിലരൊക്കെ ദേ വിൽ ബി വെരി ലേസി. അവർ ഭയങ്കര ക്ഷീണിച്ചിരിക്കും, ചിലർ ഉറക്കം തൂങ്ങിയിരിക്കും, ചിലർ ശ്രദ്ധിക്കാതിരിക്കും, ചിലർ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും. നോക്ക്, എന്നാൽ ഈ പുള്ളി ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയല്ല. പ്ലീസ് ഇവനെ കാണുമ്പോൾ തന്നെ അവിടെ എഴുതിയിരിക്കുക പൗലോസ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവനെ ഉറ്റുനോക്കി. അവന്റെ കണ്ണൊക്കെ ഒന്ന് മിഴിഞ്ഞു വരാൻ തുടങ്ങി. എന്തോ ഒന്ന് പിടിച്ചെടുക്കുമെന്നുള്ള ആ ഒരു ഫീലിംഗ് ആ വ്യക്തിയെ നോക്കുക. നമ്മൾ കണ്ടിട്ടില്ലേ ചില വ്യക്തി, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ചില വ്യക്തികളെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇന്ന് ഇവരും ഇതുകൊണ്ട് പോകും, ഇന്ന് ഇവരും ഇത് പിടിച്ചോണ്ടേ പോകത്തുള്ളൂ. പ്ലീസ് അങ്ങനെ അവരെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൊന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. അവിടെ എഴുതിയിരിക്കുകയാണ് അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടു. നിങ്ങളുടെ വിശ്വാസം കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്. എന്നാൽ ദൈവവചനം ഒരു വ്യക്തി കേൾക്കുമ്പം ചിലർക്ക് ദൈവവചനത്തിന്റെ അടുത്ത് പോലും വരാൻ പോലും, കാരണം അവരുടെ പെയിൻ, നിങ്ങളുടെ പെയിൻ ഒരിക്കലും നിങ്ങളെ കർത്താവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യരുത്. നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ നിങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയുന്നതായിരിക്കരുത്, ഒന്നുകൂടി അടുത്ത് വരും. പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവിന്റെ സന്നിധിയിൽ വിടുതലില്ലാത്ത വിഷയങ്ങളില്ല. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ കർത്താവിനെ വിടുവിക്കാൻ മേലാത്ത ഒരു വിഷയവുമായിട്ട് ഈ പ്രഭാതത്തിൽ എന്നെ ആരും കേൾക്കുന്നില്ല. കർത്താവിനെ സൗഖ്യമാക്കാൻ മേലാത്ത ഒരു രോഗവുമായി ഈ പ്രഭാതത്തിൽ ആരും എന്നെ കേൾക്കുന്നില്ല. കർത്താവിന് ക്യാൻസൽ ചെയ്യാൻ മേലാത്ത ഒരു ഡെറ്റുമായി ആരും എന്നെ കേൾക്കുന്നില്ല. കർത്താവിന് വിടുവിക്കാൻ മേലാത്ത ഏതെങ്കിലും തകർച്ചയുടെ മുഖത്ത് ഇന്ന് പ്രഭാതത്തിൽ ആരും നിൽക്കുന്നില്ല. അതിന്റെ അകത്തെല്ലാം മൈ ഗോഡ് ഹാസ് വേസ്. ആർക്ക് വേണ്ടിയാ? ഷീന പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വലിപ്പം. ഒരു വ്യക്തി അങ്ങ് വിശ്വസിച്ചാൽ, ഒരു വ്യക്തി ഞാൻ നേടിയിട്ടേ പോകുമെന്ന് പറഞ്ഞ് ഒന്ന് വിശ്വസിച്ചാൽ ആ വ്യക്തി അതുകൊണ്ട് പോകും. അതാണ് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ, ഒരിക്കലും നടന്നിട്ടില്ലാത്ത ആ വ്യക്തി പൗലൂസിന്റെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ ഉറ്റുനോക്കി. തനിക്ക് സൗഖ്യമാകുവാൻ വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട്, നോക്ക് അവിടെ എഴുതിയിരിക്കുകയാണ്, വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുകയാണ് അവൻ കുതിച്ച് എഴുന്നേറ്റു. ആരോടോ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ പ്രഭാതത്തിൽ ചില കുതിച്ചെഴുന്നേൽപ്പുകൾ വരികയാണ്. നിങ്ങൾ കുതിച്ചെഴുന്നേൽക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. നിങ്ങളെ വർഷങ്ങളായി നിങ്ങളുടെ സാഹചര്യം പിടിച്ച് ഒതുക്കി വെച്ച് ഒരു ഉയർച്ചയുമില്ലാതെ എന്നെ ഈ പ്രഭാതത്തിൽ കേൾക്കുന്നുവെങ്കിൽ ഞാൻ തീർന്നിട്ടില്ല.
കഴിഞ്ഞിട്ടില്ല. അതിന്റെ അകത്ത് നിങ്ങൾ പെട്ട് കിടക്കാനല്ല. പ്രൈസ് ആ കർത്താവിന്റെ വചനവുമായിട്ട് പൗലോസ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ നോക്ക്, തന്റെ ഉള്ളിൽ വിശ്വാസം പരിണമിക്കാൻ തുടങ്ങി. വിശ്വാസം, ദൈവവചനം പറയുകയാണ്, വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു. എന്റെ കർത്താവിന്റെ വചനത്തിന്, എന്റെ കർത്താവിന്റെ വാക്കിന് മാറ്റാൻ മേലാത്ത ഒരു സാഹചര്യവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പെട്ടുകിടക്കുകയാണോ? ഏറ്റവും വലിയ പ്രതികൂലത്തിന്റെ അകത്ത് കിടക്കുകയാണോ? ദൈവമക്കളെ, ഒരു സാധ്യതയുണ്ട്, ഒരു വഴിയുണ്ട്, തീർന്നു പോയിട്ടില്ല. എന്റെ കർത്താവിന്റെ വചനത്തിന്റെ ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല. ദൈവവചനം, പ്രൈസ് നോക്ക്, ദൈവവചനത്തെ കുറിച്ച് വചനം പറയുന്നത് അത് ഇരുവായി തലയുള്ള വാളാണ്. അത് ഏത് ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്ത് അതിനെ കീറിമുറിച്ച് നിന്റെ ഏത് വിഷയത്തിന്റെ, അത് എത്ര ആഴമേറിയ വിഷയമാണെങ്കിലും അതിനെ തകർത്ത് കളയാൻ, നിന്റെ പ്രതികൂലം എത്ര വലുതാണെങ്കിലും അതിനെ തകർത്ത് കളയാൻ എന്റെ കർത്താവിന്റെ വചനത്തിന് ശക്തിയുണ്ട്. നോക്ക്, ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് വിശ്വസിച്ചേ. നമ്മള് എബ്രായ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മനോഹരമായ ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം അതിന് 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളെല്ലാം ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. നമുക്ക് ഭയപ്പെടുക എന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്ന വളരെ ചുരുങ്ങിയ 1-2 വാക്കുകളെ, വചനങ്ങളെ നമ്മൾ കാണത്തുള്ളൂ. എന്താണ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം? നോക്ക്, പ്രോമിസ് റിമെയിൻസ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവിന്റെ വലിയേറിയ വാഗ്ദത്തങ്ങൾ ശേഷിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തം ചെയ്തവൻ ജീവനോടെയുണ്ട്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നോക്ക്, നിങ്ങളുടെ പ്രോമിസിനേക്കാൾ വലിപ്പമുണ്ട് നിങ്ങളുടെ പ്രോമിസറിന്, കേട്ടോ. നിങ്ങളോട് വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്തത്തെക്കാളൊക്കെ എത്രയോ വലുതാണ്. വാഗ്ദത്തങ്ങളെ സൃഷ്ടിച്ചവനാണ്. അപ്പം അങ്ങനെ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കെ നോക്ക്, അവിടെ എഴുത്തുകാരൻ എഴുതുന്ന ഒരു കാര്യമുണ്ട്: ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയാൽ നാം ഭയപ്പെടുക. നോക്ക്, കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്, വാതിലുകൾ തുറന്ന് വെച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ റിസീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാ റിസീവ് ചെയ്യുന്നത്? എന്റെ നീതിമാൻ വിശ്വാസത്തോടെ ജീവിക്കുക. അവര് ടാപ്പ് ചെയ്യും. ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യും. അവര് പിടിച്ച് എടുത്തുകൊണ്ട് പോകും. അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്: അവരെ പോലെ, ഈ ലുസ്ത്രയിലെ മുടന്തനെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാണ്. അവരെ പോലെ, ഇത് ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ അതിനെ കൊണ്ടുവന്ന് ലുസ്ത്രയിലെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ വ്യക്തിയെ കൊണ്ടത് മുട്ടിച്ചതേ ഉള്ളൂ. അവൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവനിൽ വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് പൗലോസ് പറയാണ്, നീ സൗഖ്യമാക എന്ന് പറഞ്ഞപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയുകയാണ്: അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവര്. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി കേട്ടവർ, നമുക്ക് വചനം കേൾക്കാം, നമുക്ക് വചനം കേൾക്കാം, കേട്ടിട്ട് പോകാം, പ്രസംഗത്തിന് മാർക്കിട്ടിട്ട് പോകാം, പോയിന്റ് നമുക്ക് എഴുതിക്കൊണ്ട് പോകാം. പോയിന്റ് എഴുതിക്കൊണ്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല. ആ കേട്ടവരിൽ അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ്: നിങ്ങൾ കേവലം വചനത്തിന്റെ കേൾവിക്കാരാകാതെ വചനം be the doers of the word. ആ വചനം ചെയ്യുന്നവരായി, വചനം പ്രമാണിക്കുന്നവരായി. നോക്ക്, ഇതെല്ലാം കേട്ടിട്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, ആക്ടിവേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്നെ പ്രയോജനം നമുക്കല്ലേ? ആ വചനം നമ്മൾ കേട്ടു, പ്രസംഗത്തിന് മാർക്കിടാനോ വല്ലോ ആണോ വന്നേ? പ്രൈസ്, അതിനൊന്നും അല്ലല്ലോ നമ്മൾ വന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ഒരു പ്രതിസന്ധിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിന്റെ അകത്ത് പോക്ക് വഴിയുണ്ട്. നോക്കി, സാഹചര്യങ്ങളെല്ലാം എതിരായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലുസ്ത്രയിൽ അവിടെ കാണുന്നത്. ലോങ് സ്റ്റാൻഡിംഗ് ആയിരുന്നു, അമ്മയുടെ ഗർഭം മുതൽ ഉണ്ടായിരുന്നു, മുടന്തനായിരുന്നു, ഒരിക്കലും നടന്നിട്ടില്ലാത്ത വ്യക്തിയായിരുന്നു. സാഹചര്യങ്ങളെല്ലാം തനിക്ക് എതിരായിരുന്നു. പക്ഷേ തനിക്ക് ആ വചനവുമായിട്ട് കൂട്ടിമുട്ടൽ ഉണ്ടായപ്പോൾ തന്റെ വിശ്വാസവും വചനം, ഞാൻ പറയും, faith and word, when faith and word came together, നോക്ക്, the lame have started to leap. നോക്ക്, മുടന്തനായ വ്യക്തി താൻ കുതിച്ചെഴുന്നേറ്റു, ചാടി എഴുന്നേൽക്കാൻ തുടങ്ങി. നിങ്ങളുടെ സാഹചര്യം എത്ര വലുതാണെങ്കിലും നിങ്ങൾക്ക് കുതിച്ചെഴുന്നേൽക്കാൻ പറ്റും. ആരോടൊക്കെ പറയാ, നിങ്ങൾ കുതിച്ചെഴുന്നേൽക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ശാരീരികമായ പ്രയാസമാണോ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ബലഹീനമായ ശരീരത്തെ നിങ്ങൾ കടന്നു പോകുവാണോ? ഇന്ന് പകൽ എന്റെ കർത്താവിന് സൗഖ്യമാക്കാൻ പറ്റും. എന്റെ കർത്താവിന് ചെയ്യാൻ മേലാത്തതായിട്ട് ഒരു അത്ഭുതവുമില്ല. സാമ്പത്തികമായി നിങ്ങൾ വരണ്ടാണോ ഇരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അതിന്റെ അകത്തുനിന്ന് കർത്താവ് ഒരു കുതിച്ചെഴുന്നേൽപ്പ് തരാൻ കർത്താവ് മതിയായവനാണ്. അതിന്
അതിന്റെ അകത്തുനിന്ന് ചില വഴികൾ കർത്താവിന് തുറക്കാൻ പറ്റും. എല്ലാം അടഞ്ഞു, എല്ലാം തീർന്നു, ഇല്ല അടഞ്ഞിട്ടില്ല, എല്ലാം തീർന്നിട്ടില്ല. നിങ്ങളുടെ സാഹചര്യത്തിന് ഒരിക്കലും നിങ്ങളെ പിടിച്ചു വെക്കുവാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങളുടെ അകത്ത് വസിക്കുന്നത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. ആ പൗലോസ് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തി. അപ്പം വാഗ്ദത്തമുണ്ട്. നോക്ക്, വിശുദ്ധന്മാരിൽ അവകാശത്തിന് മഹിമാധനമുണ്ട്. അവിടെ പൗലോസിന്റെ പ്രാർത്ഥന, ഓപ്പൺ ദ ഐസ് ഓഫ് മൈ അണ്ടർസ്റ്റാൻഡിങ്, എന്റെ ഹൃദയ കണ്ണുകളെ ഒന്ന് തുറക്കണം. വിശുദ്ധന്മാരിൽ ഉള്ള അവകാശത്തിന്റെ മഹിമാധനം അതൊന്ന് കാണാൻ തക്കവണ്ണം ആ ഹൃദയ കണ്ണുകളെ ഒന്ന് തുറക്കണം. ആ തല ഉയർത്തിപ്പിടിച്ച് അതാ ലുസ്ത്രയിൽ മുടന്തനായ വ്യക്തി ചെയ്തത്. അവൻ ഉറ്റുനോക്കി. അവൻ നോക്ക്, ഞാൻ പറയും, അവന്റെ പുറത്തെ കണ്ണല്ല, അവന്റെ അകത്തെ കണ്ണ് തുറന്നു. ആ ദൈവവചനം കേട്ടപ്പോൾ ഹൃദയദൃഷ്ടി അങ്ങോട്ട് പ്രകാശിക്കാൻ തുടങ്ങി. ഹൃദയദൃഷ്ടി അങ്ങ് പ്രകാശിച്ചപ്പോൾ ഹി ബിക്കെയിം എ റിസീവർ. ഒരിക്കലും നടന്നിട്ടില്ലാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ അത് നടക്കാൻ തുടങ്ങി. സാഹചര്യം മാറാൻ തുടങ്ങി. അവൻ കുതിച്ചെഴുന്നേൽക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ നോക്ക്, യു ആർ ഗോയിങ് ടു ലീവ്. നിങ്ങൾ കുതിച്ചെഴുന്നേൽക്കാൻ പോവുകയാണ്. സാഹചര്യം മാറിയേ മതിയാകത്തുള്ളൂ. പ്രതികൂലം എത്ര ഹാർഡാണേലും അതിന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന മഹത്വം അസാധാരണമായ ഒരു ദൈവമഹത്വമാണ്. ആ മഹത്വത്തിന്റെ മുമ്പിൽ ഒരു പ്രതികൂലത്തിനും ഒരു വിഷയത്തിനും ഒരു സാഹചര്യത്തിനും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു സാഹചര്യവും പ്രിയ ദൈവ പൈതലെ നിങ്ങളെ പരാജയപ്പെടുത്തത്തില്ല. അതിനെ നിങ്ങൾ മുക്കിക്കളയും. നിങ്ങളുടെ പ്രതികൂലം എത്ര വലുതാണെങ്കിലും അതിനെ നിങ്ങൾ മുക്കിക്കളയും. ആ സാഹചര്യത്തെ നിങ്ങൾ ചവിട്ടിത്താകും. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ അകത്തുനിന്ന് ആ വിശ്വാസം കൊടഞ്ഞൊന്ന് എഴുന്നേറ്റ് ഈ പ്രഭാതത്തിൽ വരട്ടെ. ആ സാഹചര്യത്തിന്റെ എതിരെ നിങ്ങളുടെ വിശ്വാസം ഒന്ന് പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവവചനത്തിൽ പറയുന്നത് പോലെ, എന്റെ ദൈവത്താൽ എനിക്കൊരു നാമമുണ്ട്, എന്റെ കർത്താവ് ജീവനോടെയുണ്ട്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നോക്ക്, എത്ര സാഹചര്യമാണ്, എത്ര വലിയ മതിലാണെങ്കിലും, എന്നാ വലിയ എരിഹോ കോട്ടയാണെങ്കിലും, എന്നാ വലിയ ചെങ്കടലാണെങ്കിലും, ആ ചെങ്കടലിന്റെ അകത്തൂടെ ഉണങ്ങിയ പാതയെ ഒരുക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. നോക്ക്, ആ ഇസ്രയേൽ ജനം ആ എരിഹോവിന്റെ ചുറ്റും നടക്കുകയാണ്. അതിന്റെ മതിലിന്റെ വലിപ്പമൊന്നുമല്ല, ദൈവത്തിന്റെ വലിപ്പമാണ്. നിന്റെ കർത്താവ് വലിയ കർത്താവാണ്. സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവുമായ ഒരു വലിയ കർത്താവ്. യു ഹാവ് എ ബിഗ് ഗോഡ്, യു ഹാവ് എ ബിഗ് ഫാദർ, യുവർ ഫാദർ ഇസ് ബിഗ്. എനിക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാവുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. എനിക്ക് എന്റെ തക്ക സമയത്തെ ആവശ്യത്തിന് എനിക്ക് ധൈര്യത്തോടെ കയറി ചെന്ന് എനിക്ക് പിടിച്ചു മേടിക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് എന്റെ കർത്താവിന്റെ സന്നിധി. ഞാൻ അവന്റെ മകനായതുകൊണ്ട് ഞാൻ പിടിച്ചു മേടിക്കും. ഞാൻ ബലാത്കാരം ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇന്ന് പിടിച്ചു മേടിക്കാൻ റെഡിയാണോ? ഇവൻ റെഡിയായിരുന്നു, അവൻ റെഡിയായിരുന്നു. പൗലോസ് സംസാരിക്കുമ്പോൾ ഹി വാസ് റെഡി ഫോർ ഹിസ് ഡെലിവറൻസ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആർ യു റെഡി? ആർ യു റെഡി ടു റിസീവ്? ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്റെ കർത്താവ് ഡെലിവർ ചെയ്യാനും കർത്താവ് റെഡിയാണ്. സോ വി ആർ ഗോയിങ് ടു പ്രേ ടുഗദർ. നമ്മൾ ഒന്നിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചിലതിനെയൊക്കെ ഒന്ന് കുടഞ്ഞു കളഞ്ഞ്, ചിലതിനെയൊക്കെ ഒന്ന് ഉരിഞ്ഞൊന്ന് കളഞ്ഞ്, നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രതികൂലമായിരിക്കാം, ആ രോഗമായിരിക്കാം, ആ രോഗത്തോട് പറയുക, നിനക്ക് എന്റെ മേൽ അധികാരമില്ല. ദിസ് ഇസ് റോങ് അഡ്രസ്. നീ തെറ്റായ അഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്, അല്ലെ? ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ നശിപ്പിക്കാൻ നോക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അത് ക്യാൻസർ ആണെങ്കിലും, അത് ട്യൂമർ ആണെങ്കിലും, അത് ലിവർ പ്രോബ്ലം ആണെങ്കിലും, അത് ആ രോഗത്തെ എന്ത് പേര് വിളിച്ച് നിങ്ങൾ പറയുന്നെങ്കിലും, ആ രോഗത്തെക്കാൾ എത്ര വലുതാണ് എന്റെ കർത്താവ്. ആ രോഗത്തിന്റെ നാമം എത്ര ചെറുതാണ്. എന്നാൽ ദൈവവചനം പറയാണ്, അവന്റെ നാമം ഏറ്റവും വലിയ നാമമാണ്. ആ നാമത്തിന്റെ മുമ്പിൽ എല്ലാം മടങ്ങും, എല്ലാം ഒട്ടും മടങ്ങും. അങ്ങനെയാണെങ്കിൽ അത്രയും വലിയൊരു നാമം നിങ്ങളുടെ അകത്ത് വസിക്കുന്നുവെങ്കിൽ ഒരു സാഹചര്യത്തിനും ഒരു പ്രതികൂലത്തിനും നിങ്ങളുടെ എതിരെ നിൽക്കാൻ സാധിക്കത്തില്ല. സോ ഇന്ന് പ്രഭാതത്തിൽ റിസീവ് ചെയ്യാനൊന്ന് റെഡിയായിക്കേ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില അത്ഭുത വിടുതലുകൾ നടക്കും. ചില വീടുകൾ ഡെലിവേർഡ് ആകാൻ പോവുകയാണ്. ചില വ്യക്തികളെ കർത്താവ് പുറത്തെടുക്കാൻ പോവുകയാണ്. നോക്കെ, ലോങ് സ്റ്റാൻഡിങ് ഇഷ്യൂസ്. ഇന്ന് ആ വിഷയത്തോട് ഈ പ്രഭാതത്തിൽ ഒന്ന് പറഞ്ഞേ, ദിസ് ഇസ് യുവർ ലാസ്റ്റ് ഡേ. ഇനി എന്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല. ഒന്ന് ബൈ ബൈ ഒന്ന് പറഞ്ഞേ. ആ പ്രോബ്ലത്തോട്, ആ കടഭാരത്തോട്, ആ രോഗത്തോട് ഒന്ന് പറഞ്ഞേ ബൈ. ഇനി നമ്മൾ കാണത്തില്ല. ഇനിയും വി വിൽ നെവർ മീറ്റ് അഗെയിൻ. നമ്മൾ ഇനി കാണത്തില്ല. ആ പ്രശ്നത്തോടൊന്ന് പറഞ്ഞേ, വി വിൽ നെവർ മീറ്റ് അഗെയിൻ. എത്ര പേർ ഒന്ന് പറയാൻ റെഡിയാണ്? വി വിൽ നെവർ മീറ്റ് അഗെയിൻ. ഒന്ന് വിളിച്ചു പറഞ്ഞേ, വി വിൽ നെവർ മീറ്റ് അഗെയിൻ. നോക്ക്, ഇഷ്യൂസ്, ബൈ ബൈ ടു ഓൾ ദ ഇഷ്യൂസ്. ഞാൻ നേരിടുന്ന മുഴുവൻ ഇഷ്യൂസിനും ബൈ ബൈ. വി വിൽ നെവർ മീറ്റ് അഗെയിൻ. കാരണം
ഞാൻ ആരാണെന്ന് ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. ദൈവവചനത്തിന്റെ ശക്തി എന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അവന് അന്ന് വരെ ഒത്തിരി പ്രസംഗം കേട്ടവനായിരിക്കും, പക്ഷേ അവനൊരു ഡിഫറൻസ് പ്രീച്ച് ലുസ്ത്രയിൽ അവൻ കേട്ടു. ഞാൻ പൗലോസ് സംസാരിക്കുമ്പോൾ അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ എന്റെ കർത്താവ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ദ ലോർഡ് വants to touch you. നിങ്ങളെ കർത്താവ് തൊടാൻ ആഗ്രഹിക്കുകയാണ്. ആർ യു റെഡി? എത്ര പേർ പറയും ബൈ ബൈ ടു ഓൾ മൈ ഇഷ്യൂസ്? എന്റെ മുഴുവൻ സാഹചര്യങ്ങൾക്ക് ഇന്ന് ടാറ്റ, ഇനിയും വി വിൽ നെവർ മീറ്റ് അഗെയിൻ. അവർ ആ വിഷയത്തോടെന്ന് പറഞ്ഞ് വി വിൽ നെവർ മീറ്റ് അഗെയിൻ. ഇനിയും നമ്മൾ തമ്മിൽ കാണത്തില്ല. ദിസ് ഇസ് യുവർ എൻഡ്. പൗലോസ് അണലിയെ കൊടഞ്ഞു കളഞ്ഞതുപോലെ, മാൾട്ടാ ദ്വീപിൽ വെച്ച് അതിനെ കൊടഞ്ഞു കളഞ്ഞതുപോലെ ചിലതിനെയൊക്കെ ഒന്ന് ജീവിതത്തിൽ ഒന്ന് കൊടഞ്ഞെന്ന് കളയാൻ ഒന്ന് റെഡി ആയിക്കേ. വി വിൽ മീറ്റ് അഗെയിൻ. ദിസ് ഇസ് യുവർ എൻഡ്. എന്റെ വിഷയത്തിന്റെ അവസാനമാണ്. മൈ ജീസസ് ലീവ്സ്. എത്ര പേർ പറയും യേശു ജീവനോടെയുണ്ട്? ഒന്ന് വിളിച്ചു പറഞ്ഞ് പ്രഭാതത്തിൽ യേശു ജീവനോടെയുണ്ട്. ആ വിഷയത്തിന്റെ മേൽ അവന്റെ നാമം ഒന്ന് എഴുതിക്കേ. ആ യേശുവിന്റെ നാമം ഒന്ന് എഴുതിക്കേ. ആ നാമത്തിന്റെ വലിപ്പം എത്ര വലുതാണ്! ആ നാമത്തിന്റെ മുമ്പിൽ സകലതും മടങ്ങിയേ മതിയാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്കറിയാം there is a unleashing of the power of God. ദൈവത്തിന്റെ ശക്തമായ ഒരു മഹത്വം ഇറങ്ങി നിൽക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് ഇറങ്ങി നിൽക്കുകയാണ്. ചില നുഖങ്ങളൊക്കെ ഇന്ന് അഴിഞ്ഞേ മതിയാകത്തുള്ളൂ. ചില പ്രതിസന്ധികൾ മാറിയേ മതിയാകത്തുള്ളൂ. പറഞ്ഞേ ദിസ് ഇസ് യുവർ ലാസ്റ്റ് ഡേ. എന്റെ യേശുവിനോട് പറഞ്ഞേ ദിസ് ഇസ് യുവർ ലാസ്റ്റ് ഡേ. ഇനിയും നമ്മൾ കാണത്തില്ല, ഒരിക്കലും നമ്മൾ കാണത്തില്ല. വി വിൽ നെവർ മീറ്റ് അഗെയിൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഈ പ്രയർ ഇവിടുന്ന് ലീഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് റിസീവ് ചെയ്യാനൊന്ന് റെഡി ആയിക്കേ. ഐ എം ഗോയിങ് ടു റിസീവ് ഫ്രം ദ ലോർഡ്. എത്ര പേർ ഒന്ന് ആ ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് നാവുകളെയൊക്കെ ഒന്ന് ചലിപ്പിച്ചെന്ന് പറഞ്ഞ് ഐ എം ഗോയിങ് ടു റിസീവ് ഫ്രം ദ ലോർഡ്. ഞാൻ ഇന്ന് നേടിയെടുക്കാൻ പോവുകയാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ഗെറ്റ് ഡെലിവേർഡ്. ഞാൻ കർത്താവിൽ നിന്ന് ചിലത് സ്വീകരിക്കാൻ പോവുകയാണ്. ഞാൻ സ്വർഗത്തെ ഇന്ന് കൊള്ളയടിക്കാൻ പോവുകയാണ്. നോക്ക്, വലിയ കൊള്ള കിട്ടിയവരെ പോലെ ഒന്ന് ഈ പ്രഭാതത്തിൽ ഒന്നിരുന്നേ. ചിലതൊക്കെ പിടിച്ചെടുക്കാൻ ഒന്നിരുന്നേ. ഒന്ന് വിളിച്ച് നാവ് കൊണ്ടൊന്ന് പറഞ്ഞ് ഇനി ആ വിഷയത്തെ ഞാൻ കാണത്തില്ല, ആ പ്രതിസന്ധി ഇനി എന്നെ തൊടത്തില്ല, ആ വിഷയം ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഇനിയും വരത്തില്ല. ഇറ്റ് ഈസ് എൻഡ് ഓഫ് ഇറ്റ്. അതിന്റെ അവസാനമാത് എന്ന് വിളിച്ചു പറയുമ്പോൾ ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഷിന പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനത്തിന്റെ മേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസം ഒന്ന് കാണാൻ തക്കവണ്ണം ഹല്ലേലൂയ അങ്ങനെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ സഹായിക്കണമേ. ഏത് പ്രതികൂല അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ കർത്താവ് തൊടണമേ. അത്ഭുത രോഗ സൗഖ്യങ്ങൾ ശരീരത്തിന് മേൽ ഉണ്ടാകട്ടെ. അൾസറുകൾ നീങ്ങി മാറട്ടെ. ഇപ്പോൾ തന്നെ കർത്താവിന്റെ കാര്യം തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ രോഗബന്ധനങ്ങളും അറിയട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ ഉറക്കമില്ലാതിരിക്കുന്ന വ്യക്തികളെ കർത്താവ് തൊടുക. ഇപ്പോൾ തന്നെ എല്ലാ ബന്ധനങ്ങളും എല്ലാ ഭാരങ്ങളും എല്ലാ നിരാശകളും അവരെ വിട്ട് മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. എന്റെ കർത്താവിന്റെ സാന്നിധ്യത്താൽ നിറയട്ടെ. കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവർ, അവരുടെ ഭാവി എന്താകും, ഇങ്ങനെ പോയാൽ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ എന്തായി തീരുമെന്നുള്ള ആ ചിന്താകുലം ആ കർത്താവിലേക്ക് ഒന്നിട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ കരം മക്കളെ തൊടുക. അവരെവിടെ ആയിരിക്കുന്നു അവിടെ അത്ഭുത വഴികളും വാതിലുകളും. ചിലർ ജോലിയില്ലാതെ വിദേശ രാജ്യങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ. അവർക്ക് വേണ്ടി വഴി തുറക്കട്ടെ. ചില ഇന്റർവ്യൂവിനായി ഇന്ന് പോകുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ ഇന്റർവ്യൂ പാസ്സാകട്ടെ. ചില പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും നിരാശകളും മാറട്ടെ. അത്ഭുതം നടക്കുമെന്ന് ഇപ്രാവശ്യം ഉന്നത വിജയം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ സാഹചര്യത്തെ നിങ്ങൾ തോൽപ്പിക്കും. ഹല്ലേലൂയ. കർത്താവ് കൂടെയുണ്ട്. കർത്താവിന്റെ സാന്നിധ്യത്താൽ നിറയെ വിശ്വസിച്ച് ആ ഭാരപ്പെടാതെ നിരാശപ്പെടാതെ ഒന്ന് വിശ്വസിച്ച് ആ വിശ്വാസം ഒന്ന് കാണാൻ തക്കവണ്ണം നിങ്ങൾ പ്രകടിപ്പിച്ച് ഹല്ലേലൂയ കർത്താവ് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നൊന്ന് പറഞ്ഞ് എന്റെ കർത്താവ് അത്ഭുതം ചെയ്യാൻ മതിയായവനാണെന്നൊന്ന് വിശ്വസിച്ച് പറഞ്ഞ് എന്റെ കർത്താവ് ഇന്ന വിഷയത്തിൽ എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും, എന്റെ കടഭാരങ്ങൾ മാറും, എന്റെ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ആ വിശ്വാസത്തോടെ ഇന്നായിരുന്നേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സകലവിധ രോഗബന്ധനങ്ങളും ഇന്ന് പ്രഭാതത്തിൽ അഴിയട്ടെ. അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രമാണ
റീമി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സകല അന്യായമായ നുഖങ്ങളും യേശുവിന്റെ നാമത്തിൽ എന്ത് വിഷയമാണോ നിന്റെ മക്കൾക്ക് എതിരെ നിൽക്കുന്നത് അത് യേശുവിന്റെ നാമത്തിൽ അതിന്റെ കാൽ കീഴിലാക്കി വെച്ച് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനെ ചവിട്ടുകയാണ്, അതിനെ കാലിന്റെ കീഴിൽ ഞങ്ങൾ മെതിച്ചു കളയുകയാണ്. പിശാചിന്റെ പ്രവൃത്തികളെല്ലാം അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. വീടുകൾ ഫ്രീ ആകട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. സാമ്പത്തികമായ സകല വെല്ലുവിളികളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറാൻ കൽപ്പിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായ വഴി തുറക്കണമേ. ആകാശത്തിന്റെ ഭണ്ഡാരത്തെ കർത്താവ് തുറക്കണമേ. എന്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ക്രിസ്തു യേശുവിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായും തീർത്തു തരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ വിടുതൽ യേശുവിന്റെ നാമത്തിൽ. ഞെരുക്കല്ല, എല്ലാ ഞെരുക്കങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒത്തുവരുത്തത്തിൽ ജീവിക്കാൻ അല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്, സമൃദ്ധിയിൽ ജീവിക്കാനാണ്, നിറയാനാണ്, കവിയാനാണ് വിളിച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. നന്മകൾ റിലീസ് ആകട്ടെ. ഭൗതികമായ നന്മകൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ വരട്ടെ. ഇതുവരെ ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത ചിലര് എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ദൈവിക സന്തോഷം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്താണോ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നത് അത് ഒരിക്കലായി എന്നേക്കുമായി യേശുവിന്റെ നാമത്തിൽ let it leave them in the name of Jesus. ആ ഭാരം, ആ നിരാശ, ആ ദുഃഖം, ആ ആകുലത, നോക്ക്, ആ ഡിപ്രഷൻ, യേശുവിന്റെ നാമത്തിൽ ചില സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. കർത്താവിന്റെ കരം തൊടുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. അത്ഭുതമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതിശക്തമായ ഒരു ദൈവമഹത്വം ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ ഐ കുഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. കർത്താവ് എന്തോ ഇങ്ങനെ ചെയ്യാനൊന്ന് ഇങ്ങനെ ദാഹത്തോടെ നിൽക്കുന്ന പോലെ, മൂവ് ഫോർവേഡ് എന്ന് പറയുന്ന പോലെ ഐ ഫീൽ ഇറ്റ് ഇൻ മൈ സ്പിരിറ്റ്. എന്റെ ആത്മാവിൽ എനിക്കത് തിരിച്ചറിയാം. ഒരു കുതിച്ചെഴുന്നേൽപ്പ് ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇന്ന് വരെ നിങ്ങളുടെ അവസ്ഥ ഇരുന്നെഴുന്നേൽക്കുന്ന പോലെ മാറാൻ പോവുകയാണ്. ക്ഷണത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവമക്കളോട് പറയാം, ആ കർത്താവിന്റെ വചനത്തിൽ തന്നെ മുറുകെ പിടിച്ചോണം. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം വീണ്ടും ഒരു വചനം മതി ഒരു ആയുഷ്കാലം ജീവിക്കാൻ. അത്രയും പവറാണ് ദൈവത്തിന്. എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഞാൻ മുറുകെ പിടിച്ചിട്ടുള്ള ഒരു വചനമുണ്ട്, അവൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഐ ലീവ് ഇൻ ദാറ്റ് വേർഡ്. ഞാൻ ആ വചനത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ്. സോ എന്റെ ജീവിതകാലം മുഴുവൻ എനിക്കും അറിയാം, ജീവിക്കാൻ ആ ഒരൊറ്റ വാക്ക് മതി, നിന്നെ ഒരിക്കലും തള്ളത്തില്ല എന്ന് സ്വർഗം എന്നോട് പറഞ്ഞ ആ വാക്ക്. ഐ ബിലീവ് ഇറ്റ്. അതിൽ ഞാൻ വിശ്രമിച്ച്, അതിൽ ഞാൻ തലചായ്ച്ച്, എന്ത് വിഷയം വന്നാലും, എന്ത് പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ ഫേസ് ചെയ്തെന്ന് വന്നിട്ടുണ്ടെങ്കിലും അതെനിക്കൊരു കാര്യം പറയാം, ആ വചനം അതിനെല്ലാം ഓവർകം ചെയ്യും. അതിനെല്ലാം മറികടക്കാനുള്ള ശക്തിയുണ്ട്. സോ പ്രിയപ്പെട്ടവരെ, യു ആർ എൻ ഓവർകമർ. കുതിച്ചെഴുന്ന് ഇന്ന് നിങ്ങൾ ലെയിമായിട്ടാണോ ഇരിക്കുന്നത്, ഇന്ന് മുടന്തിയാണോ ഇരിക്കുന്നത്? പ്രൈസ്, നിങ്ങൾക്കൊരു കുതിച്ച് എഴുന്നേൽപ്പുണ്ട്. പ്രൈസ്, ആ കുതിച്ചെഴുന്നേൽക്ക് തന്നെ ചെയ്യും. ആ വചനവും നോക്ക്, ആ വചനവുമായിട്ട് നിങ്ങളുടെ വിശ്വാസം കൂട്ടിമുട്ടുമ്പോൾ അത്ഭുതം നടക്കും. ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ആ വയറ് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നോക്ക്, അതിന്റെ അകത്തുനിന്ന് പവർ വരുന്നത് പോലെയാണ് ആ വചനവും ആയിട്ടുള്ള ആ ഒരു കൂട്ടി ഫെയ്ത്തും വേർഡുമായിട്ട് കൂട്ടിമുട്ടുന്നത്. ആ കൂട്ടിമുട്ടൽ അത്ഭുതം കൊണ്ടുവരിക. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. വീഡിയോ ഷെയർ ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിങ് to many people. നോക്ക്, ചിലപ്പോൾ ഒരാള് മുഴുവൻ ഡൗൺ ആയിട്ടിരിക്കുകയായിരിക്കും, ഈ വചനം ആ വ്യക്തി എഴുന്നേൽപ്പിക്കാൻ മതിയായതിനാണ്. സോ ഗോഡ് ബ്ലെസ് യു. കാണാം, നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കർത്താവിൽ എല്ലാ ബ്ലെസ്സിങ്ങും ഞങ്ങൾ പറഞ്ഞയക്കുകയാണ്. ഗോഡ് ബ്ലെസ്.